ശോ, അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് വിശപ്പായിട്ട് പാടില്ല. കുറച്ചു ദിവസം മുന്നേ വരണ്ടായിരുന്നു. എനിക്ക് വയ്യാത്തത്. ചേച്ചിയുടെ സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ അത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അത് സാരമില്ല, കഴിഞ്ഞു. അമ്മ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഇരിക്കണ്ടല്ലോ. എന്നാലും എന്റെ നാത്തൂരെ ഓപ്പറേഷന്റെ സമയത്ത് അമ്മയുടെ അടുത്തൊന്നും വന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഞാൻ ഈ മകളാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? സാരമില്ല മോളെ, നിനക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ. സാരമില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹമില്ല. എന്നിട്ടല്ല നാത്തൂനെ, എൻ്റെ 2 പിള്ളേർ അതുങ്ങൾക്ക് പരീക്ഷയല്ലായിരുന്ന, ഇവിടുത്തെ കൊച്ചുങ്ങൾക്ക് പരീക്ഷയല്ലായിരുന്ന. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആ പിള്ളേർ പഠിക്കത്തില്ലെന്ന്. പരീക്ഷയ്ക്ക് തോറ്റുപോയിട്ടു എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തോറ്റു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അപ്പം ഞാൻ ഒപ്പം ഇരുത്തി പഠിപ്പിക്കുകയായിരുന്നു. ആ ചേട്ടനെ കൊണ്ടൊന്നും പഠിപ്പിക്കാൻ ശരിയാവത്തില്ല. അതാ ഞാൻ വരാൻ. അമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നിയില്ലേ അമ്മേ? ഓപ്പറേഷന് കയറ്റുന്നതിന് മുന്നേ നിന്നെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിന്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കണ്ടേ? ഒന്നും കുഴപ്പമില്ല മോളെ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പറക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. അല്ല നാത്തൂനും അവിടെ നിന്നേ. ഇത് എന്ത് കോലാത്? ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ല നാത്തൂനെ. ആകെ ക്ഷീണിച്ച് ഒരു പരുവായിപ്പോയി. എടിയേ, നീ എന്തായി പറയുന്നേ? 8-10 ദിവസം അമ്മ ആശുപത്രി കിടന്നില്ലായിരുന്നു. എന്നെ ഒറ്റയ്ക്ക് നോക്കിയത് ആരാ? അവളാ. ഭക്ഷണവും ഇല്ല, ഉറക്കവും ഇല്ല, കുറേ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവളിങ്ങനെ ക്ഷീണിച്ചു പോയേ. അമ്മേനെ നോക്കാൻ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമല്ലായിരുന്ന? നഴ്സുമാര് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നല്ല. എന്നാലുവേ നാത്തൂന് എന്ത് കോലാണത്? അയ്യേ, പട്ടിടിപ്പേ കോലം പോലെ ആയിപ്പോയത്. ഞാനേ എൻ്റെ ചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാനല്ലായിരുന്നു നോക്കിയത്. അപ്പൊ ഞാൻ 5-8 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാനൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുമായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കേ. ഇത് ഭക്ഷണം കഴിക്കാണ്ട് നടന്നിട്ട് ഇപ്പൊ നാട്ടുകാരെന്താ പറയാ? മരുമോള് അമ്മായമ്മനെ നോക്കാൻ എന്നിട്ട് തൊലിഞ്ഞു പോയിന്ന്. എന്നാലുവേ നിങ്ങൾ സംസാരിക്കേ, ചായ എടുക്കാം. അല്ലമ്മേ, ഇതിപ്പോ എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ്? മൊത്തം 1.5 മാസം നമ്മളെ റെസ്റ്റ് പറഞ്ഞേക്കണേ. അതിൽ ആദ്യത്തെ 2 ആഴ്ച ഒട്ടും അനങ്ങാൻ പാടില്ല. കിടപ്പാല കിടക്കണം. ഇതുപോലെ ഇതിപ്പോൾ 2 ദിവസമായില്ല ഡിസ്ചാർജ് വന്നിട്ട്. ഇങ്ങനെ കിടക്കണം. മടുപ്പാന്നേ. ഞാനിങ്ങനെ എപ്പോഴും ഇറങ്ങി നടക്കുന്ന ഒരാളല്ലായിരുന്നു. കിടക്കുമ്പോൾ മടുക്കുക. പിന്നെ എല്ലാ കാര്യത്തിനും ഒരാളെ ആശ്രയിക്കണം. എന്തല്ലേ. എന്നാലും ഇങ്ങനെ ഒരു കാലക്കേട് വന്നുപോയി തന്നെ. നാത്തു വെള്ളം എടുക്കാണ്. എന്ത് കറി വെച്ചെന്ന്? കറി കോവയ്ക്കത്തോരനുണ്ട്, പിന്നെ മോര് കാച്ചതുണ്ട്. ഓ, ഈ പച്ചവെള്ളം ചോദിക്കണ കറി മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നും ഇല്ലേ? അത് പിന്നെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവുള്ളതൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ 2 ആഴ്ചത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അമ്മയ്ക്കും കഴിക്കാൻ പറ്റണില്ല. അമ്മ ഓപ്പറേഷൻ ചെയ്ത് നടക്കല്ലേ. അപ്പൊ അമ്മയ്ക്ക് വല്ല കഞ്ഞിയോ വല്ല എന്തെങ്കിലും ഇതുപോലുള്ള കറി ഉണ്ടാക്കി കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് നല്ല കറിയൊക്കെ ഉണ്ടായിക്കൂടെ? അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റണില്ലല്ലോ. പിന്നെ വേറെ ആർക്കും അങ്ങനെ തിന്നാൻ തോന്നില്ല. ചേട്ടനും പറഞ്ഞു അതിനൊന്നും വേണ്ട, 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇറച്ചിമീനൊക്കെ മേടിക്കാം. എനിക്ക് ഈ പച്ചവെള്ളം ചോദിക്കല കറിയൊന്നും കൂട്ടിയിരിക്കാൻ പറ്റില്ല കേട്ടാ. ഒരു കഷ്ണം മീനില്ലെങ്കിൽ ഉണ്ടല്ല, എനിക്ക് ഒരു പറ്റ് ചോറ് ഇറങ്ങത്തില്ല. അതങ്ങനെയാണ്. ഞാൻ അങ്ങനെ പഠിച്ചു. വീട്ടിലൊക്കെ നല്ല എപ്പോഴും ചേട്ടൻ നല്ല നല്ല മീനെ മേടിച്ചോണ്ട് വരണേ. അതങ്ങനെ പഠിച്ചു പോയി. എന്തായാലേ നീ അവനോട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴേ വല്ല കേരയോ അല്ലെങ്കിൽ ഓലക്കുടിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇച്ചിരി മീനങ്ങ് മേടിച്ചോണ്ട് വരാൻ പറ. ചേച്ചിക്കാരൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് പറയാം, വൈകുന്നേരം വരെ മേടിച്ചിട്ട് വരും. പിന്നെ നാത്തൂൻ വെക്കണ്ട കേട്ടോ കറി. നാത്തൂൻ കറി വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ലേ? എപ്പോഴും അതെ, ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്, ഒരു ടേസ്റ്റും ഉണ്ടാവാറില്ലേ. ഞാൻ വെച്ചോളാം. ഞാൻ വെക്കണ മീൻ കറി ഉണ്ടല്ലോ, അവിടെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി ഫാൻസാണല്ലേ ഞാൻ വെക്കണ മീൻ കറിക്ക്. ഞാൻ വെച്ചോളാം. എന്തായാലും ഇപ്പൊ തന്നെ വിളിച്ചു പറയട്ടാ, മറന്നുകൊണ്ട. ആഹാ, നല്ല മകള്. സ്വന്തം അമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കാം, മര്യാദക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പക്ഷെ മകൾക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളൂ. 2 പാക്കറ്റ് മതി. ആ ശരി. അല്ല ചേച്ചി അവിടേക്ക് കിടക്കുവരും നൈറ്റിയൊക്കെ ആയിട്ട്? ഇത് അമ്മയുടെ പുതപ്പും നൈറ്റിയൊക്കെ തന്നെ. എന്തൊരു നാറ്റാണ് നാത്തൊരു, ഇത് കഴുകാറൊന്നുമില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ഒന്നരാടം വെച്ച് കിടക്കുവരെയും മാറ്റും. ഡെയിലി അമ്മയുടെ നനഞ്ഞ തുണി വെച്ചിട്ട് അമ്മയുടെ ദേഹം തുടച്ചിട്ട് നൈറ്റിയും മാറ്റുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. മണമൊന്നുമില്ല, ചേച്ചിക്ക് തോന്നിയതാവും. ഒന്നരാടം കഴുകിയിട്ടായിരിക്കും ഈ നാറ്റം. മനുഷ്യന് നാറിയിട്ട് പാടില്ല. ഒന്നുമില്ല, ആ പാവത്തിന് 2 ആഴ്ചയൊക്കെ ബെഡ് റെസ്റ്റ് അല്ലേ, അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ കൊണ്ട് കഴുകിയിട്ടായിരുന്നു ഇതൊക്കെ. എന്തൊരു നാറ്റോടെ നാത്തൂനെ. ഒരു രോഗി എടുക്കുന്ന വീടല്ലേ, എത്ര പേര് രോഗിയെ കാണാൻ വരും. അവരൊക്കെ വരുമ്പോൾ ഈ നാറി പൊഴുത്ത സാധനമൊക്കെ കണ്ടാൽ നാണക്കേടല്ലേ? അതിന് നാണക്കേട് നമുക്കല്ലേ?
എൻ്റെ പൊന്നു നാത്തൂര് ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് വെളുക്കാറില്ല. നാത്തൂൻ കഴുകുന്ന തുണി ഒന്നും ഒരു മര്യാദയ്ക്ക് ഒരു വെളുപ്പുമില്ല, ഒന്നുമില്ല. നരച്ച് കുമ്പളങ്ങി ആയിട്ടുള്ള തുണി ഇട്ടാണ് നാത്തൂൻ നടക്കുന്നത്. പിള്ളേരുടെ അതെ, എൻ്റെ ആങ്ങളുടെ അതെ, അമ്മയുടെ അതെ, എല്ലാം നരച്ചു പോയി. നാത്തൂന് തുണി കളിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തുണി അലക്കിയിട്ട് ഇങ്ങനെ നാറുക. അല്ലെങ്കിൽ ചേച്ചി കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം. അത് ചേച്ചി സാരി പോലും മാറിയിട്ടില്ലല്ലോ. പിന്നെ ഇത് എടുത്തോണ്ട് വരാൻ അറിയെങ്കിൽ എനിക്ക് കഴുകിയിടാനും അറിയാം. പിന്നെ എൻ്റെ അമ്മയുടെ തന്നെയല്ലേ, വേറെ അടിയൊന്നുമില്ലല്ലോ. ഞാൻ കൊണ്ട് കഴുകിയെടുത്ത്. അത്രയങ്ങ് വാശിയാണ് ഇപ്പൊ ഇവിടെ കഴുകു. എന്നാ പ്രാന്താണോ നിനക്ക്? അല്ല, ഇതെന്താ സാരി കൊടുത്തിട്ട് ബാത്റൂം കഴുകുന്നേ? എന്റെ പൊന്നു നാത്തൂനെ, ഈ ഒരു ബാത്റൂം എടുക്കുന്ന കോലാണത്. നാത്തൂന് ഇവിടെ ഒന്നും അല്ലേ ജീവിക്കണേ? ഈ ബാത്റൂമിൽ ഇപ്പൊ എന്നാ കുഴപ്പം? നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ? ചേച്ചി എന്നീ കാണിക്കുന്നേ? ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോ എല്ലാ ദിവസവും ചേച്ചി കഴുകുന്നയാ. അങ്ങനെ വൃത്തിയായിട്ട് ഞാൻ ബാത്റൂം ഒന്നും ഇടാറില്ല. പിന്നെ എല്ലാ ദിവസവും കഴുകുന്ന ബാത്റൂമാണ് ഇത്രയും ചെളി പിടിച്ച് കിടക്കുന്നത്. ഇന്ന് ആലോചിച്ച് നോക്കും, ഒരു രോഗി കിടക്കുന്ന വീടല്ലേ. ഇവിടെ എത്ര പേര് വരും? ഒരാളൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ നാണക്കേട് നമുക്കാ. എനിക്കും കൂടി ഉണ്ട് നാണക്കേട്. ഞാൻ വൃത്തിയാക്കിയില്ലെന്ന് പറയില്ലേ. ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ നോക്കിയപ്പോ തെന്നി തെറിച്ച് കിടക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു എല്ലായിടത്തും എന്റെ കൈ എത്തണം. എന്തൊരു അവസ്ഥയാന്ന് ആലോചിച്ചേക്ക്. ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നു. ഈ വീടിന്റെ അവസ്ഥ എന്താണ്? തുണി അലക്കുന്നത്, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു, ബാത്റൂം വരെ കഴുകേണ്ട അവസ്ഥ. അതൊക്കെ എന്തിനാണ്? ഇവിടുത്തെ ചേട്ടന്റെ കാര്യം അറിയാമല്ലോ. ചെറിയ എന്തെങ്കിലും വൃത്തി എവിടെയെങ്കിലും കുറവ് വേണ്ട അപ്പ പറയണ ആളാ. ചേട്ടൻ പോലും പറഞ്ഞിട്ടില്ല ബാത്റൂം വൃത്തിയില്ലാണ്ട് കിടക്കുവാന്ന്. അവനെ കണ്ണുപൊട്ടല. അല്ലെങ്കിൽ പിന്നെ ഈ ബാത്റൂമിൽ അവൻ കയറുന്നില്ല. അല്ലേ പിന്നെ എന്താണ്? ഇതിലെങ്ങാനും തെന്നി വീട് കഴിഞ്ഞാൽ അമ്മേനെ പോലെ അടുത്ത ആൾക്ക് ബെഡ് റെസ്റ്റിൽ കിടക്കാം. എന്തൊരു അവസ്ഥയാന്ന് നോക്കി. ഇനിയിപ്പൊ ഞാനെന്ത് ചെയ്യാനാ? ചേച്ചിക്ക് എത്ര ആഗ്രഹം കഴിക്കും. ബാത്റൂം കഴുകണമെന്ന് നമുക്ക് പിടിച്ചില്ല. ഇച്ചിരി കൂടെ വെള്ളം കുടിച്ചേ, ഇച്ചിരി കുടിക്കേ. മതി മോളെ, അമ്മയ്ക്ക് മതിയോ? അമ്മ ഞാൻ എന്നാ പിന്നെ റെഡി ആവട്ടെ. പിള്ളേരോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ നാത്തൂന് എവിടെ പോവാ? അത് പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ടാ. കുറേ നാളായി വീട്ടിൽ പോയിട്ട്. അമ്മയ്ക്കും വയ്യ, അമ്മയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കൂടെ ആകെ ഞാനൊരു പരുവായി. വീട്ടിൽ നിന്ന് അമ്മ അച്ഛനും വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആകെ വയ്യല്ലേ. ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കല്ലായിരുന്നു ഞാൻ തന്നെ. എനിക്കൊരു റെസ്റ്റ് ഒക്കെ വേണ്ടേ. ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, അപ്പം എനിക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചേച്ചി നല്ല രീതിയിൽ നോക്കുകയുള്ളൂ. അല്ല, ഞാൻ ഒരു ദിവസമല്ല 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നയാ. അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് അറിയാലോ, കൊച്ചുങ്ങൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. 2 ദിവസം ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിയേക്കാ. ചേട്ടനെ ലീവ് എടുത്തേക്കുക. എനിക്കിവിടെ അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. അമ്മേനെ നോക്കി ഇവിടെ നിൽക്കാൻ പറ്റൂല. അല്ല, ചേച്ചി വന്നപ്പോൾ ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നല്ലോ. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മയുടെ ഓപ്പറേഷന്റെ സമയത്ത് നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നല്ലോ. അല്ല, ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ചേച്ചി കുറേ ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാന്ന്. അല്ല, അത് കുഴപ്പമില്ല ചേച്ചി. എന്നെയൊക്കെ നന്നായിട്ട് ചേച്ചിക്ക് അമ്മേനെ നോക്കാൻ പറ്റും. മകളല്ലേ, അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. നാത്തൂനെ ഞാൻ അമ്മേനെ ഞാൻ എങ്ങനെയാന്ന് ഒറ്റയ്ക്ക് നോക്കുക? എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതിനിപ്പോൾ അമ്മേനെ നോക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇത്ര ദിവസം ഞാൻ അമ്മേനെ ഒറ്റയ്ക്കല്ലേ പോയി നോക്കിയാൽ ആരെങ്കിലും സഹായിക്കാണ്ടായിരുന്നോ? ഇതിപ്പോൾ എന്താണ്, ചേച്ചിക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതിനിപ്പോൾ എന്താണ്? പിന്നെ ചേച്ചിയുടെ ആങ്ങളേക്ക് എൻ്റെ കെട്ടിയവനെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഫുഡ് കൊടുത്തു വിടണം കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാൽ ദേഷ്യമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുത്തു വിടണം കേട്ടോ. എന്തായാലും ഞാനൊരു 10 ദിവസം നിന്നിട്ട് വരാം. കുറച്ച് റെസ്റ്റ് എനിക്കും വേണമല്ലോ. ആകെ വയ്യാണ്ടായി. ചേച്ചി എന്നെ പറഞ്ഞില്ലേ എന്നെ കണ്ട് കോലം കിട്ടുമെന്ന്. അപ്പം ഞാൻ സംസാരിച്ച സമയം പോയി. ചേട്ടന് പോയി ഞാൻ റെഡി ആവട്ടെ ഏട്ടാ. പോയിട്ട് വരാട്ടെ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം. പൊടിവാളിയല്ല, ആവശ്യമില്ലാത്ത കോസ്റ്റ് കാണിച്ചത് നാത്തൂൻ്റെ പണിക്ക് പോയി. അയ്യോ, നീ ഇതെന്നെ ആലോചിക്കുവാ? എനിക്ക് മൂത്രം ഒഴിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് മൂത്രം ഒഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഉണ്ടെങ്കിൽ അമ്മ പൊക്കോ. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്? നീ എന്നാടി ഒരു ബോധമില്ലാത്ത പോലെ പറയുന്നേ? എനിക്ക് ബെഡ് റെസ്റ്റ് അല്ലേ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയെങ്കിൽ ഞാൻ നിന്നോട് പറയുമോ നിൽക്കുമോ? ഇതൊക്കെ ഇത്രയും ദിവസം നിന്നെ നാത്തൂനാ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവള് പോയില്ലേ, ഇനിയിപ്പോൾ അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ? അവള് റെഡിയാവാൻ പോയിക്കുക. അയ്യോ, ഇനി ഞാൻ അതൊക്കെ ചെയ്യണ്ടേ? ഈ 10 ദിവസം ഞാൻ ഒറ്റയ്ക്ക്? ഇതെന്നെ ആലോചിക്കുന്നൊന്ന് വേഗം ആവട്ടെ. ഞാൻ ഇതിലെങ്ങാനും മൂത്രം ഒഴിച്ചു പോയാലേ കിടക്കവരി അലക്കണം. പിന്നെ കിടക്കൊണ്ട വെയിലത്തിടുന്ന ആകെ പണിയാവും. നീ എന്താ ആലോചിക്കുന്നത്? വേഗം ആവട്ടെ.